നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവേ മാവോയിസ്റ്റുമായുള്ള ഏറ്റുമുട്ടലിൽ 4 BSF ജവാന്മാർ വെടിയേറ്റ് മരിച്ചു. 2 ജവാന്മാർക്ക് പരിക്കേറ്റു. മാവോയിസ്റ്റുകളാണ് ജവാന്മാരെ കൊലപ്പെടുത്തിയത്. ഛത്തീസ്ഗഡിലെ കങ്കർ ജില്ലയിലാണ് ആക്രമണം നടന്നത്. ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മാവോയിസ്റ്റുകളുടെ ആക്രമണം. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിനുള്ള ഭീഷണിയായിട്ടാവാം ഇപ്പോൾ നടത്തിയ ആക്രമണമെന്ന് സൂചനയുണ്ട്. സംസ്ഥാന പോലീസും പാരാമിലിറ്ററി ഫോഴ്സും സംയുക്തമായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 4 മാവോയിസ്റ്റുകൾ മാർച്ച് 28-ന് കൊല്ലപ്പെട്ടിരുന്നു. CRPFന്റെ കോബ്ര ബറ്റാലിയനും ഛത്തീസ്ഗഡ് പോലീസ് ഫോഴ്സും സംയുക്തമായാണ് മാവോയിസ്റ്റുകളെ അന്ന് നേരിട്ടത്. മാർച്ച് 31-ന് ദണ്ഡേവാഡ ജില്ലയിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കുന്നു എന്ന രഹസ്യ സന്ദേശത്തെ തുടർന്നായിരുന്നു പിടികൂടിയത്. ജില്ലാ റിസർവ് ഗാർഡും ജില്ലാ പോലീസ് ഫോഴ്സും സംയുക്തമായാണ് ഇവരെ പിടികൂടിയത്. ടിഫിൻ ബോംബ്, 3 ജലാറ്റിൻ റോഡുകൾ, ഇലക്ട്രോണിക് ഡിറ്റനേറ്റർ എന്നിവയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. മാർച്ച് 18-നും ദണ്ഡേവാഡയിൽ ഉണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഒരു CRPF ജവാൻ കൊല്ലപ്പെട്ടിരുന്നു. ആ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന CRPF ബറ്റാലിയൻ 231-ലെ അംഗങ്ങൾക്കും സംസ്ഥാന പോലീസിനും നേരെയാണ് അന്ന് ആക്രമണമുണ്ടായത്. 11 മണ്ഡലങ്ങളിലായി 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 11, 18, 23 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ്. മെയ് 23-നാണ് വോട്ടെണ്ണൽ. ഇതിനു മുൻപും നക്സൽ ബാധിത പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് സുരക്ഷാ സൈനികരെ സജ്ജമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക എന്നത് ലക്ഷ്യമിട്ട് ഇതിനു മുൻപും പലതവണ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാവുകയും സുരക്ഷാ സേനയും മാവോയിസ്റ്റും തമ്മിൽ രൂക്ഷമായ പോരാട്ടത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.